നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതനെ കഴിഞ്ഞ ദിവസം ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 ആണ് ജാമ്യം അനുവദിച്ചത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ 2 കേസുകൾക്കാണ് ജാമ്യം സുഗതന് കിട്ടിയിരിക്കുന്നത്. കടയമുടമ്പ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലുമാണ് ഇപ്പോൾ സുഗതന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ജാമ്യം കിട്ടിയെങ്കിലും സുഗതന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാരണം കാപ്പ കേസിൽ ഇതുവരെയും ഒരു മുക്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടിയെങ്കിലും കാപ്പയുള്ളതിനാൽ സുഗതന് ജയിൽ മോചിതനാകാത്ത സാഹചര്യമാണ്. നേരത്തെ കാപ്പ കേസിൽ തടവിലുള്ള സുഗതൻ വിയൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. മാത്രമല്ല, നിർണായകമായ ആരോപണങ്ങളാണ് സുഗതനെതിരെയുള്ളത്. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് സുഗതൻ. കല്ലുകൊണ്ട് തലയ്ക്കടിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമം, വീട്ടിൽ അതിക്രമിച്ച് കയറി വാഹനങ്ങളും വീടും ആക്രമിച്ചു തകർത്ത കേസ്, ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസ്, ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്, ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തിയെന്ന കേസ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് സുഗതൻ. നേരത്തെ ഈ ഒരു സത്യപ്രതിജ്ഞ നമുക്കറിയാം, അതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതാണ്. അതായത് കുറച്ചധികം BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കുന്നു. മാത്രമല്ല, പുനഃസത്യപ്രതിജ്ഞ ചെയ്യണമെന്ന നിർദ്ദേശം കോടതി നൽകുന്നു. ആ 20 കൗൺസിലർമാരിൽ, അതായത് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാരിൽ ഒരാളാണ് സുഗതൻ. അതുകൊണ്ട് തന്നെ സുഗതൻ കോടതിയുടെ വിധി, അതായത് പുനഃസത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ജയിലിലായതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാനും പറ്റാത്ത സാഹചര്യം. പിന്നാലെ കോടതി ഇടപെടുകയും ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുക്കുകയുമായിരുന്നു. പിന്നാലെ ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ നടന്നിരുന്നു. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണം. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്ക് എടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൗൺസിലറായ സുഗതനും. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ്. നേരത്തെ ഈ 2 കേസുകളിലും ഇപ്പോൾ ജാമ്യം കിട്ടിയ കേസുകളിലൊക്കെ നേരത്തെ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. വധശ്രമ കേസിലും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിച്ച കേസിലും നേരത്തെ ജാമ്യം നിഷേധിക്കപ്പെട്ടതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരിക്കുന്നു. വട്ടിയൂർക്കാവിനടുത്തുള്ള ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ വധശ്രമ കേസിലെ പ്രതിയാണ് സുഗതൻ. ഈ കേസിൽ ഹൈക്കോടതി സുഗതന് നേരത്തെ ജാമ്യം നിഷേധിച്ചിരുന്നു. വട്ടിയൂർക്കാവ് SHOയ്ക്ക് മുന്നിൽ സുഗതൻ ഹാജരായില്ല. തുടർന്ന് പോലീസ് ഇയാളുടെ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം നടന്ന അറസ്റ്റിനിടെ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലും കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല. അതേസമയം തടവിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്ന കാപ്പ ഉപദേശക സമിതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയ ശേഷമുള്ള 6 മാസം നടത്തുന്ന കൗൺസിൽ യോഗങ്ങളിൽ സുഗതന് പങ്കെടുക്കാൻ കഴിയുമോ എന്ന ആശങ്ക ശക്തമായിരുന്നു. 6 മാസത്തേക്ക് അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മേയർക്ക് സുഗതൻ കത്ത് നൽകിയിരുന്നു. തക്കതായ കാരണമുണ്ടെങ്കിൽ മേയർക്ക് അവധി അനുവദിക്കാമെന്ന് കേരള മുനിസിപ്പൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അതിനാൽ സുഗതന്റെ അപേക്ഷ നിയമോപദേശത്തിനായി വിട്ടിരിക്കുകയാണെന്നുമാണ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചത്. മാത്രമല്ല, സുഗതൻ മുൻപ് നടന്ന 2 കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിലും പങ്കെടുത്തില്ല എന്ന വാദം ശരിയല്ലെന്ന് തെളിഞ്ഞിരുന്നു. ഏപ്രിൽ 27-നും മെയ് 12-നുമാണ് അവസാന 2 കൗൺസിൽ യോഗങ്ങൾ ചേർന്നത്. ഇതിൽ ഏപ്രിൽ 27-ലെ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തതിനുള്ള തെളിവ് പുറത്തു വന്നതോടെ ഒരു യോഗത്തിൽ മാത്രമാണ് സുഗതൻ പങ്കെടുക്കാതിരുന്നതെന്ന് വ്യക്തമായി. ഇത് BJP ഭരണസമിതിക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമായി മാറിയിരുന്നു. തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയോ അവധി അപേക്ഷ നൽകാതിരിക്കുകയോ ചെയ്താൽ 4ാമത്തെ യോഗത്തിൽ അംഗത്തെ അയോഗ്യനാക്കാമെന്നതാണ് മുനിസിപ്പൽ നിയമത്തിലെ വ്യവസ്ഥ. അതുകൊണ്ട് തിങ്കളാഴ്ച നടക്കാനിരുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും സുഗതന്റെ കൗൺസിലർ സ്ഥാനം നഷ്ടമാകില്ല എന്ന സ്ഥിതിയായിരുന്നു. എന്തായാലും സുഗതൻ ഇപ്പോൾ ജാമ്യമൊക്കെ കിട്ടിയിരിക്കുന്നു. ഇനി കാപ്പ കേസിൽ കൂടി മാത്രമേ പുറത്തിറങ്ങേണ്ടതുള്ളൂ. കാപ്പ കേസിൽ പ്രതിയാക്കപ്പെട്ട സുഗതൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി നേരത്തെ LDF രംഗത്ത് വന്നിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അവരുടെ ആ പ്രതിഷേധത്തിലേക്കും അന്ന് നേതാക്കൾ പറഞ്ഞ ആ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിരവധി ആൾക്കാർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഈ നിലയിലുള്ള ഒരു ഗുണ്ടാത്തലവനും കാപ്പ കേസിലെ പ്രതിയും കോർപ്പറേഷൻ കൗൺസിലറായി ഇരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വാഴോട്ടുള്ള ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഒരു കാരണവശാലും ഈ ഗുണ്ടാത്തലവനെ പങ്കെടുപ്പിച്ചുകൊണ്ടും കാപ്പ കേസിലെ പ്രതിയെ പങ്കെടുപ്പിച്ചുകൊണ്ടും കൗൺസിൽ യോഗം കൂടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മേയർ എടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊന്നും ഞാനിവിടെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ അധികാരം ഏറ്റെടുത്തപ്പോൾ പാരീസ് ആക്കുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളെ വെല്ലുവിളിക്കുന്ന നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ. മൂക്ക് പൊത്തി നഗരത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. കുടിവെള്ളം കിട്ടുന്നില്ല. ഒരു മഴ പെയ്താൽ തമ്മാനൂരും കിഴക്കേക്കോട്ടയും വെള്ളത്തിനടിയിലാവുകയാണ്. അങ്ങനെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളും ഈ ചെറിയ ഒരു കാലയളവിൽക്കുള്ളിൽ നശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംസ്ഥാനത്തെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടക്കമുള്ള ഓഫീസുകൾ നിങ്ങൾ പോലീസ് പരിശോധിക്കണം. ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്. ഈ സുഗതന്റെയൊക്കെ നേതൃത്വത്തിൽ മാരക ആയുധങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ ഒളിച്ചു വച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ ന്യായമായി തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പരിശോധിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നടക്കുന്ന റീൽസ് ഭരണമാണ്. രാവിലെ മേയറും ഡെപ്യൂട്ടി മേയറും കൂടെ വരും, ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ചെല്ലും, ഒരു ഫോട്ടോ എടുക്കും, അത് റീൽസായി പ്രസിദ്ധീകരിക്കുന്ന ഭരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാനും ചെറിയ വോട്ടുകൾക്കാണ് ഭരണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാത്ത മുഴുവൻ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് മുന്നേറ്റം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MLA-യുമായിട്ടുള്ള ബാലഗോപാലിനെ ക്ഷണിക്കുകയാണ്. സഹാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാർ, കേരളത്തിലാകെ ചർച്ചയായിട്ടുള്ള ഒരു വലിയ വിഷയമാണ് കാപ്പ കേസിൽ പ്രതിയായ ഒരു കൗൺസിലർ വീണ്ടും എല്ലാ സംരക്ഷണത്തോടും കൂടി തുടരാൻ, കോടതിക്കകത്താണ് ജയിലിനകത്താണെങ്കിലും എല്ലാ സംരക്ഷണത്തോടും കൂടി തുടരാൻ ശ്രമിക്കുന്ന വാർത്ത. ഇവിടെ നേരത്തെ മാങ്കോട്ട് രാധാകൃഷ്ണനും സതീശുകുട്ടിയും പറഞ്ഞതുപോലെ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിലറായി നിന്ന അനുഭവമില്ല. കേസുകളൊക്കെ ധാരാളം ഉണ്ടാവും, രാഷ്ട്രീയ കേസ്. ഇവിടുത്തെ കേസുകൾ രാഷ്ട്രീയ കേസല്ല ഈ സുഗതന്റെ പേരിലെന്നുള്ളതാണ്. BJP പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയ കേസുകളാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും അടക്കമുള്ള പല കേസും കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകൾ വന്നതാണ്. ആ വാർത്തകൾ വന്ന് അങ്ങനെയുള്ള കേസിനകത്തെ പ്രതിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ BJP നേതൃത്വം തയ്യാറാവുന്നത് BJPയുടെ രാഷ്ട്രീയ ലൈൻ അതാണ് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തെ ഉത്തരേന്ത്യയെ പോലെ ആക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉത്തരേന്ത്യയിലെ അവരുടെ MP-മാരും മന്ത്രിമാരും എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി.